ഈസ്റ്റേൺ മാജിക് അവനിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും ഭക്ഷണ രീതി എന്ന് പറയുന്നത് ഒന്നുകിൽ അതൊരു വെജിറ്റേറിയൻ സ്റ്റൈലായിരിക്കും, അല്ലെങ്കിൽ ഒരു നോൺ വെജിറ്റേറിയൻ രീതിയായിരിക്കും. അപ്പൊ ഇതിലേതെങ്കിലും ഒന്നാണ് സാധാരണയായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുക. അപ്പൊ നോൺ വെജിറ്റേറിയൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് രണ്ടും കഴിക്കാൻ പറ്റും. വെജിറ്റേറിയൻ ഭക്ഷണവും കഴിക്കാം, നോൺ വെജ് കഴിക്കാം. അതേസമയം വെജിറ്റേറിയൻസിനാണെങ്കിൽ വെജിറ്റേറിയൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷെ എന്തായാലും ഏറ്റവും കൂടുതൽ ആൾക്കാർ നോൺ വെജ് വിഭാഗത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നോൺ വെജിന്റെ വിഭവങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? കൂടുതൽ പരീക്ഷണങ്ങളും വേണം. കാര്യം എന്നും ഒരുപോലെയുള്ള ഭക്ഷണം കഴിക്കാൻ ആരും ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ ഒരേ കാര്യങ്ങളായിരിക്കാം, പക്ഷെ ചേരുവകളുടെ കാര്യത്തിൽ ചെറിയ മാറ്റത്തോടു കൂടി തയ്യാറാക്കി കഴിഞ്ഞാൽ അത് വളരെ പുതുമയുള്ള വ്യത്യസ്തമായ ഒരു വിഭവമായി മാറുന്നു. അപ്പോൾ ഈ ആമുഖം എന്തിനാണെന്ന് മനസ്സിലാവും. നമ്മൾ ഇന്നൊരു ചിക്കനാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ചിക്കൻ എന്ന് പറയുമ്പോൾ ചിക്കൻ എത്ര തരം കറികൾ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു അല്ലേ, പല രീതിയിലുള്ള വിഭവങ്ങൾ. അപ്പോൾ ഇന്നും ഒരു ചിക്കന്റെ വിഭവം, പക്ഷെ ഇതും വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കുന്നു. അപ്പോൾ ചേരുവകളുടെ കാര്യത്തിൽ ചെറിയ മാറ്റങ്ങൾ, പിന്നെ അത് തയ്യാറാക്കി വരുമ്പോൾ വ്യത്യസ്തമായ രുചിയും വ്യത്യസ്തമായ മണവും അത് കാണാനുള്ള ഭംഗിയും വളരെ വ്യത്യസ്തമായിരിക്കും. നിറവും ഗുണവും ഒക്കെ മാറ്റത്തോടു കൂടി വരും. അപ്പോൾ ഇതെന്താണെന്ന് ചിക്കൻ കുറുമയാണ്, പക്ഷെ ഒരു യെല്ലോ കുറുമയല്ല, നമ്മളൊരു വൈറ്റ് കുറുമയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ വെള്ളക്കുറുമ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ ഒരു ഇടത്തരം 25 കഷ്ണങ്ങളായി മുറിച്ചത്, വെണ്ണ 2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1.5 ടീസ്പൂൺ, തൈര് 1/4 കപ്പ്, പട്ട 1 കഷ്ണം, ഏലക്ക 6 എണ്ണം, ഗ്രാമ്പു 6 എണ്ണം, ഫ്രഷ് ക്രീം 1/2 കപ്പ്, ഏലക്കാപ്പൊടി 1/4 ടീസ്പൂൺ. ഇനി ഗ്രേവിക്ക് വേണ്ട ചേരുവകൾ: സവാള 2 വലുത് കഷ്ണങ്ങളായി മുറിച്ചത്, പച്ചമുളക് 12 വലുത് കഷ്ണങ്ങളാക്കിയത്, ബദാം 25 ഗ്രാം, അണ്ടിപ്പരിപ്പ് 25 ഗ്രാം, വെള്ളം 1 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്. ചിക്കൻ വെള്ളക്കുറുമ തയ്യാറാക്കാം. അപ്പൊ ഈ ചിക്കൻ വെള്ളക്കുറുമ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കളർ മനസ്സിലായല്ലോ, വൈറ്റ് ആയിരിക്കും എന്തായാലും. സാധാരണ കുറുമ എന്ന് പറഞ്ഞാൽ ഒരു യെല്ലോ കളറാണ് സാധാരണയായിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ ഇതിന് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ ഉള്ള കാര്യങ്ങളെല്ലാം കുറച്ച് നല്ല റിച്ച് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് അണ്ടിപ്പരിപ്പ് വേണം, പിന്നെന്താ ബദാം വേണം, ഫ്രഷ് ക്രീം വേണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ചിക്കന് ഒരു 1.5 കിലോയുടെ കോഴി എടുത്തിട്ട് ഒരു 25 പീസസ് ആയിട്ട് മുറിക്കുക, കഷ്ണങ്ങളായിട്ട്. അപ്പോൾ ഒരു തീരെ ചെറുതല്ല, ഇടത്തരം കഷ്ണങ്ങൾ. അതാണ് ഒരു കാര്യം. അപ്പൊ ചിക്കൻ ഇവിടെ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ചിക്കൻ ഇവിടെ റെഡിയാണ്. ഇനി എന്താ വേണ്ടത്? ഇനി നമ്മൾ ഒരു ഗ്രേവിക്ക് വേണ്ട കാര്യങ്ങൾ ആദ്യമേ തന്നെ തയ്യാറാക്കി വെക്കണം. അപ്പൊ ഗ്രേവി എന്ന് പറഞ്ഞാൽ നല്ല കുറുകുറ എന്നുള്ള ഒരു അരപ്പാണ് അതിന്റെ. അപ്പൊ അതിന് വേണ്ടത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ വേകാനായിട്ട് മാറ്റി വെക്കണം. അടുപ്പ് കത്തിക്കാം. എന്നിട്ട് നമ്മളൊരു ചൂടായിട്ടുള്ള പാത്രം അടുപ്പിൽ വെച്ച് കുറച്ച് കാര്യങ്ങൾ വേകാനായിട്ട് വെക്കണം. ഈ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ സവാള, വലിയ സവാള ആണെങ്കിൽ 2 എണ്ണം, ഒരു ഇടത്തരം സൈസ് ആണെങ്കിൽ 3 സവാള എടുത്തിട്ട് തീരെ ചെറുതായിട്ട് അരിയണം എന്നില്ല, കുറച്ച് വലുതായാലും കുഴപ്പമില്ല, സ്ലൈസസ് ആയിട്ടോ അല്ലെങ്കിൽ സ്ക്വയർ പീസസ് ആയിട്ടോ ഒക്കെ മുറിക്കാം. അപ്പൊ ഈ രീതിയിൽ മുറിച്ചത്. ഇത് കുറച്ച് വലിയ കഷ്ണങ്ങൾ തന്നെയാണ്, എന്നാൽ ഒരുപാട് വലുതല്ല. അതിനോടൊപ്പം നമ്മൾ പച്ചമുളക്, അതും വലിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുക. അപ്പോൾ വലിയ പച്ചമുളക് ആണെങ്കിൽ ഒരു 10-12 പച്ചമുളക് വരെ ചേർക്കാം. പിന്നെ എരിവ് അനുസരിച്ചിട്ടാണ്, ഇതിന് എത്രത്തോളം എരിവ് വേണം അതിന് 10 മുതൽ 15 പച്ചമുളക് വരെ ചേർക്കാം, വലുത് നോക്കിയിട്ട്. അപ്പോൾ ഇത് ഇച്ചിരി വലുതാണ്, ഞാനൊരു 12 പച്ചമുളക് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്, അതും ചേർത്തു. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് അണ്ടിപ്പരിപ്പും ബദാമും. അപ്പം അണ്ടിപ്പരിപ്പ് 25 ഗ്രാം. അപ്പം നേരത്തെ തന്നെ ഞാൻ വെള്ളത്തിൽ ഇട്ടുന്നേ ഉള്ളൂ. എന്തായാലും ഇതിന്റെ കൂടെ കിടന്ന് വേഗം, അപ്പം എന്തായാലും സോഫ്റ്റ് ആകും. പക്ഷെ വെള്ളത്തിലിട്ടിരുന്നാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യം നടക്കും. അതുപോലെ തന്നെ ബദാമും 25 ഗ്രാം, ആൽമണ്ട്സ് അത് ഞാൻ വെള്ളത്തിലിട്ടിരിക്കുകയാണ്. പക്ഷെ ഇതിലിപ്പോൾ തൊലിയോട് കൂടിയാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ തൊലി നമ്മളിത് വെന്ത് കഴിയുമ്പോൾ തൊലി എടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ അരയ്ക്കുന്നതിന് മുന്നേ അതിന്റെ തൊലി ഇങ്ങനെ ചെറുതായിട്ട് ഇളക്കി മാറ്റിയാൽ മതി. ഇതിനോടൊപ്പം നമ്മൾ കുറച്ച് വെള്ളം, വേകാൻ ആവശ്യമായ വെള്ളം, ഏതാണ്ട് 1-1.5 കപ്പോളം വെള്ളം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ചാക്കിയിട്ടുണ്ട്. ഇനി ഉള്ളിയെല്ലാം പാകത്തിന് വെന്ത് ആ കൂട്ടത്തിൽ കടന്ന് പച്ചമുളകും വേഗം, പിന്നെന്താണ് അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ വെന്ത് കിട്ടും. വേകുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ വേകാൻ വെച്ചിരുന്ന സവാള, പച്ചമുളക്, അണ്ടിപ്പരിപ്പ്, ബദാം ഇത്രയും കാര്യങ്ങൾ പാകത്തിന് വെന്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.5-2 കപ്പ് വെള്ളത്തോളം വേണ്ടി വരും വേകാനായിട്ട്. എന്നിട്ട് ആ വെള്ളത്തിൽ നിന്ന് ഞാൻ ഊറ്റി മാറ്റിയിരിക്കുകയാണ്. കാര്യം ഇതൊന്ന് തണുക്കണം. കുറച്ചൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ പരന്നൊരു പാത്രത്തിലേക്ക് മാറ്റുക. തണുത്ത് കഴിഞ്ഞിട്ട് മിക്സി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അരച്ചൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. അന്നേരം ഇത് വേവിച്ച വെള്ളം ബാക്കിയുണ്ടെങ്കിൽ ആ വെള്ളവും കൂടി ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാൻ സാധിക്കും. വേറെ വെള്ളത്തിന്റെ ആവശ്യമില്ല, ഈ വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കാം. അപ്പൊ ഇതൊന്ന് തണുത്തിട്ടാണ് അരച്ചെടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ആ ഗ്രേവിയുടെ
ഒരു മസാല എന്ന് നമുക്ക് പറയാം. മസാല ഇച്ചിരി എരിവൊക്കെ കിട്ടുന്നത് ഈ കാര്യത്തിലാണ്. അപ്പോൾ ഒരു 10-12 പച്ചമുളകുണ്ട്, അണ്ടിപ്പരിപ്പ് 25, ബദാം 25 ഗ്രാം, പിന്നെന്താണ് സവാള, 3 ഇടത്തരം സവാള അല്ലെങ്കിൽ 2 വലിയ സവാള. ഇതൊന്ന് അരച്ചെടുക്കാം. ഇങ്ങനെ ബ്ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിൽ ഇടുമ്പോൾ തന്നെ അതിൻ്റെ തൊലി അളക്കാൻ എളുപ്പമാണ്. ഈ രീതിയിൽ അതിൻ്റെ തൊലി മാറ്റിയിട്ടാണ് അരയ്ക്കേണ്ടത്. അപ്പോൾ അണ്ടിപ്പരിപ്പ് മാതിരി തന്നെ ഇരിക്കും. തൊലി മാറ്റിയിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ സവാള പേസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. സവാള, അണ്ടിപ്പരിപ്പ്, ബദാം, പച്ചമുളക് ചേർന്ന് വേവിച്ച പേസ്റ്റ്. അത് തണുത്തപ്പോൾ ഞാൻ അത് തണുക്കാനായിട്ട് മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് അരച്ചെടുത്തു. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ച് മാറ്റിയിരിക്കുന്നത് ഒരു ബൗൾ നിറച്ചുണ്ട്. ഇതാണ് നമ്മുടെ ഈ ചിക്കൻ വെള്ളക്കുറുമയുടെ ഗ്രേവി ആയിട്ട് വരാൻ പോകുന്നത്. ഇനി എന്താണ് ചെയ്യാനുള്ളത്? ചൂട് കട്ടിയുള്ളൊരു പാത്രം, ഒരു ചീനച്ചട്ടി പോലെയോ കടായി, ഏതെങ്കിലും ഒരു കടായി പാറ്റേൺ ആകാം, അല്ലെങ്കിൽ ഫ്രൈങ് പാൻ പോലത്തെ ആകാം. അതിലേക്ക് ഇനി നമുക്ക് 2 ഓപ്ഷനാണ്. 2 ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എണ്ണ, അല്ലെങ്കിൽ ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ, അല്ലെങ്കിൽ വെണ്ണ. ഞാൻ എന്തായാലും ഇപ്പോൾ വെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. ഏതാണ്ട് 2 ടേബിൾ സ്പൂണോളം വെണ്ണ, അല്ലെങ്കിൽ ഏതാണ്ട് 1.5 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ വരെ എണ്ണ. നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് 1-2 കാര്യങ്ങൾ, ചെറിയ സ്പൈസസ്, ഹോൾ സ്പൈസസ്, അതായത് മുഴുവനായിട്ട് ഇടുന്ന മസാല, പട്ട, ഗ്രാമ്പു, ഏലക്ക. ഇവിടെ ഏലക്കയുടെ രുചിയാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ ഏലക്ക ഒരു 6 ഏലക്ക, പിന്നെ ഗ്രാമ്പു ഒരു 4 മുതൽ 6 വരെ ചേർക്കാം, ഒരു ചെറിയ കഷ്ണം പട്ട. ഇത്രയും കാര്യങ്ങളാണ് ആദ്യം ചേർക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു മണം ഇങ്ങനെ വരണം, ഇങ്ങനെ എണ്ണയിലോ കിടന്ന് അത് മൂക്കുന്നൊരു മണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. ഇഞ്ചി, വെളുത്തുള്ളി, അതും നമ്മൾ സാധാരണയായിട്ട് ഇറച്ചിയിലെല്ലാം ചേർക്കുന്ന കാര്യമാണ്. ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, ഇങ്ങനത്തെ കാര്യങ്ങൾ. ഒന്നുകിൽ അത് പേസ്റ്റ് ആകാം, അല്ലെങ്കിൽ കഷ്ണമാകാം, അരിഞ്ഞതാകാം. നമ്മളിവിടെ ചോപ്പ് ചെയ്തതാണ്, അല്ലെങ്കിൽ ചതച്ച് ചേർത്താലും മതിയാകും. അപ്പോൾ വെണ്ണ ഉരുകി തുടങ്ങി. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട. ഒരു കഷ്ണം എന്ന് പറയുമ്പോൾ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ ഇച്ചിരി നീളമുള്ള ഒരു കഷ്ണം. അതിനെ നമ്മളിങ്ങനെ ചെറുതായിട്ടിങ്ങനെ പൊടിച്ചിടും. ഇതാണ് നമ്മൾ ഒരു കഷ്ണം പട്ട എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനോടൊപ്പം നമ്മൾ 4 മുതൽ 6 വരെ ഗ്രാമ്പു, ഏലക്ക ഒരു 6. നമ്മൾ പൊടിച്ചിട്ടില്ല, ചതച്ചിട്ടില്ല, ഒന്നുമില്ല, വെറുതെ മുഴുവനായിട്ട് ഇതാണ്. അതിങ്ങനെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തൊലിയോടുകൂടി ഇടുമ്പോൾ. അപ്പോൾ ഈ ഒരു ഹോൾ സ്പൈസസ് അല്ലെങ്കിൽ ഈ മസാല, മുഴുവൻ മസാല ഇങ്ങനെ മൂക്കുന്നൊരു മണം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചതച്ച് വെച്ചിരിക്കുന്ന, ഇപ്പോൾ എങ്ങനെ വേണമെങ്കിലും ആകാം. അപ്പോൾ അരിഞ്ഞു വെച്ചതാണെങ്കിൽ അത് വെളുത്തുള്ളിയും ഇഞ്ചി, ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്. ഇനി ഇഞ്ചി വെളുത്തുള്ളിയുടെ നിറം ചെറുതായി ഒന്ന് മാറണം, ചെറുതായിട്ട് അതിൻ്റെ മണവും കൂടി ഇറങ്ങട്ടെ. ശരിക്കും ഇത് എണ്ണയിൽ ചെയ്താലും നല്ലതാണ്, പക്ഷെ എനിക്ക് തോന്നുന്നു എണ്ണയിൽ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി നല്ലൊരു അരോമ, നല്ലൊരു മണം നമ്മളുടെ വിഭവത്തിന് തരും. ഇപ്പോൾ വെളുത്തുള്ളിയുടെയൊക്കെ നിറം നന്നായി മാറി തുടങ്ങുന്നു. ഇനി പെട്ടെന്ന് തന്നെ ഓരോ കാര്യങ്ങളായിട്ട് ചേർക്കണം. ഇനി കുരുമുളക് പൊടിച്ചത് ഒരു 1.5 ടീസ്പൂൺ വരെ ചേർക്കാം, 1 മുതൽ 1.5 ടീസ്പൂൺ. ഇത് എരിവിൻ്റെ കാര്യമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. കുരുമുളകും കൂടി എന്താ പറയുക, ആ വെണ്ണയിൽ കടന്നിട്ട് മുക്കുന്നൊരു മണം. ഇനി നമ്മളിതിലേക്ക് ചിക്കൻ്റെ കഷ്ണങ്ങൾ 25 പീസസ് ആയിട്ടാണ് നമ്മൾ മുറിച്ചത്. ചേരുവകളെല്ലാം തന്നെ ചിക്കൻ്റെ കഷ്ണങ്ങളിൽ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്ന രീതി. അതായത് എന്തൊക്കെയാണ്? വെളുത്തുള്ളി, ഇഞ്ചി, മൂത്ത് കിടക്കുന്ന കാര്യങ്ങൾ, വെണ്ണ, പിന്നെന്താ കുരുമുളക് പൊടി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിന് ഒരു കാര്യം കൂടി ചേർക്കണ്ടേ, ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. അതും കൂടി കഷ്ണങ്ങളിൽ പിടിക്കട്ടെ. അല്പം ഉപ്പും കൂടി. ഇതിപ്പോൾ തുടക്കത്തിൽ ചിക്കൻ്റെ പീസസിൽ പിടിക്കാനുള്ള ഉപ്പാണ്. മൂപ്പിച്ചെടുത്ത് സത്യം പറഞ്ഞാൽ ഇത് കുറച്ചുകൂടി ഒന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് പാസ്ലി ലീവ്സോ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഇത് ഈ രീതിയിൽ തന്നെ കഴിക്കാവുന്നതാണ്. അതിൻ്റെ എരിവെല്ലാം ഒന്നുകൂടി ഒന്ന് ക്രമീകരിച്ച് കഴിഞ്ഞാൽ മണമാണ്. ഇപ്പം ഈ രീതിയിൽ കഴിക്കാൻ തന്നെ തോന്നുന്നില്ലേ? പക്ഷേ ഇതൊരു 3/4 കുക്ക്ഡ്, അപ്പം ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്.
ഇത് എത്ര സമയം വേണമെങ്കിലും നമുക്കിങ്ങനെ മൂപ്പിച്ചുകൊണ്ടേയിരിക്കാം. പക്ഷെ എന്തായാലും നമ്മളൊരു 5 മുതൽ 7 മിനിറ്റ് സമയം വരെ ഇങ്ങനെ മൂപ്പിക്കും. ഇങ്ങനെ മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ നമ്മുടെ ഗ്രേവി ചേർത്താൽ കുറച്ചുകൂടി സ്വാദായിരിക്കും. വെറുതെ ഒരു റോ ആയിട്ട് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഗ്രേവിക്കകത്ത് കഷ്ണങ്ങളിട്ട് വേവിച്ചെടുക്കുന്നതിനെക്കാട്ടിലും സ്വാദാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. കാണുന്നുണ്ടല്ലോ, അപ്പോൾ ചെറുതായിട്ട് കഷ്ണങ്ങളുടെയൊക്കെ നിറം മാറി തുടങ്ങുന്നു. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ചില ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ ആകുന്നു. അങ്ങനെ ആകുന്ന വരെ ഇങ്ങനെ നമ്മൾ ഈ വെണ്ണയിലിട്ട് ഇങ്ങനെ മൂപ്പിക്കുകയാണ്. ഏകദേശം 7 മിനിറ്റ് സമയം കഴിഞ്ഞു. ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വൈറ്റ് ഗ്രേവി. ഈ വൈറ്റ് ഗ്രേവി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുള്ള ഇത് സവാള, പച്ചമുളക്, പിന്നെന്താണ് അണ്ടിപ്പരിപ്പ്, ബദാം എല്ലാം കൂടി ചേർത്ത് 1-2 കപ്പ് വെള്ളം ഒഴിച്ച് വേവിച്ചതാണ്. നല്ല കുറുകുറ എന്നുള്ള രീതിയിൽ നല്ല തിക്ക് പേസ്റ്റാണ്. ഒരു 3 ഇടത്തരം സവാള, 25 ഗ്രാം വെച്ച് അണ്ടിപ്പരിപ്പ്, ബദാം. അപ്പോൾ ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ വരുമായിരിക്കും. പക്ഷെ അതാണെങ്കിൽ അതിൽ തന്നെ കിടന്ന് വറ്റണം. ആ വെള്ളത്തിൽ കിടന്ന് വേഗം വറ്റും. പിന്നെ എന്താ പറയുക, ബട്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു സ്വാദ് ബട്ടറിൽ കടന്ന് പിന്നെ ഇറച്ചി മൂക്കും. അപ്പോൾ നമ്മളിത് ഗ്രേവിയും ചേർക്കും. ഫുൾ ഗ്രേവിയും ചേർക്കാം. ഒട്ടും ബാക്കി വെച്ചേക്കണ്ട, ഫുൾ. ഇനി ഈ ഗ്രേവിയിൽ കിടന്ന് ഒരല്പം നേരം ചിക്കൻ്റെ കഷ്ണങ്ങൾ വേകട്ടെ. അപ്പോൾ 1/4 ഭാഗം വെന്തിട്ടുണ്ട്. മൂക്കുന്ന കൂട്ടത്തിൽ തന്നെ കുറച്ച് വെന്ത് കഴിഞ്ഞല്ലോ. പക്ഷെ ഇനി ഈ ഗ്രേവിയിൽ കിടന്നൊന്ന് വേകണം. ഗ്രേവിയിലും കുറച്ച് എരിവെല്ലാം ഉണ്ട്. കാര്യം പച്ചമുളകും കൂടി ചേർത്ത് അരച്ചതാണ്. 12 പച്ചമുളകാണ് ഇതിനകത്തുള്ളത്, വലിയ പച്ചമുളക്. ഉപ്പ് കുറച്ച് ചേർത്തിരുന്നു നേരത്തെ, വേണമെന്നുണ്ടെങ്കിൽ ഇനി പിന്നെ ചേർക്കാം. പിന്നീട് ഇനി അല്പം നേരം നമ്മൾ പാത്രം ഒന്ന് അടച്ചിട്ട് വേവിക്കാൻ പോകണം. നന്നായിട്ടൊന്ന് വേകട്ടെ. കഷ്ണങ്ങളൊക്കെ പാകത്തിന് ഒരു 5 മുതൽ 7 മിനിറ്റ് സമയം വീണ്ടും വേകാനായിട്ട് സമയം കൊടുക്കുക. കഷ്ണങ്ങളൊക്കെ പാകത്തിന് വേകട്ടെ. അപ്പോൾ ആ ഗ്രേവിക്കകത്തുള്ള കാര്യങ്ങളും കൂടി കഷ്ണങ്ങളിൽ പിടിച്ച് കുറച്ചുകൂടി സ്വാദാകട്ടെ. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചേർക്കാം. വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ചിക്കൻ്റെ കഷ്ണങ്ങളെല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. വീണ്ടും ഒരു 7 മിനിറ്റ് സമയം നമ്മൾ ഇങ്ങനെ ഗ്രേവിയിലിട്ട് കഷ്ണങ്ങൾ തിളപ്പിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് പാകത്തിന് വെന്ത് കഴിഞ്ഞു. കഷ്ണങ്ങളെല്ലാം ഇങ്ങനെ എല്ലിൽ നിന്നും വിട്ട് വരുന്ന ഒരു രീതിയിലേക്ക് മാറി. അതായത് പാകത്തിന് വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല കുറുക്കിയ ചാറ് തന്നെയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി കുറച്ച് കാര്യങ്ങൾ, വളരെ കുറച്ച് കാര്യങ്ങൾ. തീയൊരൽപ്പം കുറയ്ക്കാം. എന്നിട്ട് ഒരു 1/4 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ചെറുതായിട്ടൊന്ന് ഉടച്ചു വയ്ക്കുക. അത് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ചെറിയൊരു പുളി കൊടുക്കാനാണ്. ഇത് നമ്മളുടെ ഒരു കുറുമയാണല്ലോ. ഇനി എന്താ വേണ്ടത്? ഇനി നമ്മൾ ഫ്രഷ് ക്രീം, പാലിൻ്റെ ക്രീമാണ്. ഇത് വിപ്പിംഗ് ക്രീമൊന്നും അല്ല, ഇത് കുക്കിംഗ് ക്രീമാണ്. ഇതിങ്ങനെ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ് ഫ്രഷ് ക്രീം. അല്ലെങ്കിൽ നമ്മൾ പാല് വാങ്ങിച്ചിട്ട് കാച്ചിയോ കാച്ചാതെയോ ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിന്റെ താഴത്തെ തട്ടിൽ വെച്ചാൽ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന ഒരു കട്ടിയുള്ള കാര്യമാണ് ക്രീം. അങ്ങനെ നല്ല റിച്ച് ഗ്രേവി ആയിട്ട് ഒരു കുറുമ റെഡി ആയി കഴിഞ്ഞു. പിന്നെ ഉപ്പ് നമ്മൾ ആദ്യം ചേർത്തതേ ഉള്ളൂ. വേണമെങ്കിൽ ആവശ്യത്തിന്, ഇനി എന്തായാലും കുറച്ച് ഉപ്പ് വേണ്ടി വരും, ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ്. പിന്നെ ഒരു ലാസ്റ്റായിട്ട് നമ്മൾ ഏറ്റവും അവസാനം ചേർക്കേണ്ടത്, ഞാൻ പറഞ്ഞില്ലേ ഏലക്കയുടെ സ്വാദാണ് മുന്നിട്ട് നിൽക്കുന്നത് മസാലയുടെ കൂട്ടത്തിൽ. അപ്പോൾ നമ്മൾ പട്ട, ഗ്രാമ്പൂ, ഏലക്ക 3 കാര്യങ്ങളും ചേർത്തിട്ടുണ്ട് മുഴുവനെ പൊടിക്കാണ്ട്. പക്ഷെ അവസാനം നമ്മൾ കുറച്ച് ചെറിയൊരു കാര്യം, എന്താണ്, കുറച്ച് ഏലക്ക പൊടിച്ച് അത് 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ ചേർക്കാം. നമുക്ക് ആദ്യം ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം. എല്ലാ കാര്യങ്ങളും ചേർത്തു. നമ്മളുടെ ചിക്കൻ വെള്ളക്കുറുമ റെഡിയായി കഴിഞ്ഞു. ഇനി വിളമ്പുന്ന പാത്രത്തിലേക്ക്. ഇനി അടുത്തതായി മാജിക് ആവിന്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു വെജിറ്റേറിയൻ വിഭവമാണ്. വെജിറ്റേറിയൻസിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്യാണ്. പക്ഷെ ഇച്ചിരി സ്പൈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു മെഴുക്കുവരട്ടി മാതിരി തന്നെയാണ്. പക്ഷെ നമ്മൾ അതിനെ കുറച്ച് പരിഷ്കൃതമായ പേരിടുകയാണ് ചില്ലി പൊട്ടറ്റോസ്. കുറച്ച് എരിവുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അതാണ് ചില്ലി പൊട്ടറ്റോസ് എന്ന് പറഞ്ഞാൽ എരിവുള്ള ഉരുളക്കിഴങ്ങ് തന്നെയാണ്. ഉരുളക്കിഴങ്ങ് ഒരു ഫ്രൈ മാതിരി. അപ്പോൾ അത് വളരെ കുറച്ച് ചേരുവകൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പം. അപ്പോൾ ചില്ലി പൊട്ടറ്റോസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുള്ള ചേരുവകൾ എന്തൊക്കെയാണ്? ഉരുളക്കിഴങ്ങ് 1/2 കിലോ തൊലി കളഞ്ഞ് ചെറിയ ചതുര കഷ്ണങ്ങളായി മുറിച്ചത്, തരിതരിപ്പായി പൊടിച്ച വറ്റൽമുളക് 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചതച്ചത് 8 അല്ലി, സവാള 2 വലുത് കഷ്ണങ്ങളായി മുറിച്ചത്, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ വറുക്കാൻ ആവശ്യമായത്, നെയ്യ് 2 ടേബിൾ സ്പൂൺ, മല്ലിയില അരിഞ്ഞത് 1/4 കപ്പ്. അപ്പോൾ നമ്മുടെ ചില്ലി പൊട്ടറ്റോസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ സാധിക്കും. ആദ്യമേ തന്നെ നമ്മൾ ഒരു 1/2 കിലോ ഉരുളക്കിഴങ്ങ്, അതൊരു കണക്കാണ്, ഞാനിപ്പോൾ 1/2 കിലോയുടെ കണക്കാണ് പറയുന്നത്. അപ്പോൾ ഏകദേശം ഒരു ചെറിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ ഒരു 5 എണ്ണം വരെ എടുക്കാം. വലുതാണെങ്കിൽ ഒരു 2 വലുത് മതിയാകും.
തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറിയ ചതുര കഷ്ണങ്ങളായി മുറിച്ച് വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കുക. നമ്മൾ ഉപയോഗിക്കാൻ സമയമാകുന്നത് വരെ. കാര്യം പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞാൽ പിന്നെന്താ, വെള്ളത്തിലിടാണ്ട് വെറുതെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ വെച്ചിരുന്നാൽ അതിന്റെ നിറം മാറും, ഒരു ഡിസ്കളറേഷൻ ഉണ്ടാകും. അതുകൊണ്ടാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇവിടെ റെഡിയാണ്. ഇനി അധിക സമയം ഞാൻ വെളിയിൽ വെക്കുന്നില്ല. കാര്യം വെള്ളത്തിൽ നിന്ന് ഇപ്പോഴാണ് അത് ഊറ്റി മാറ്റിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അത് ഉടനെ തന്നെ നമ്മൾ അത് വറുത്തെടുക്കണം. അപ്പോൾ ആദ്യം എന്താ ചെയ്യണത്, ഡീപ് ഫ്രൈ ചെയ്യാണ്. അതായത് വറുത്ത് കോരാനാണ് പോകുന്നത്. കുറച്ച് എണ്ണ, ഉരുളക്കിഴങ്ങിന്റെ കഷ്ണങ്ങൾ, അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങിന്റെ പീസസ് എല്ലാം തന്നെ, എല്ലാ കഷ്ണങ്ങളും ഞാൻ ഈ എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി ഇത് കടന്നിട്ട് നന്നായിട്ടൊന്ന് പാകത്തിനൊന്ന് മൂത്ത്, ഒരുപാട് ബ്രൗണൊന്നും ആകണ്ട, എന്നാലും നല്ലൊരു, അറിയാലോ നമുക്കൊരു വറുത്തെടുക്കുന്ന ഒരു പാകം, ആ പാകത്തിന് വറുത്തെടുക്കുക. ഇത് വറുത്ത് കിട്ടാൻ ഇച്ചിരി സമയം എടുക്കും. പക്ഷെ ഒരു പകുതി ആയി കഴിയുമ്പോൾ, പകുതി വെന്ത മൂക്കാൻ തുടങ്ങുന്ന ആ ഒരു സ്റ്റേജിന് തൊട്ട് മുന്നേ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഉള്ളിലേക്കൊക്കെ ഉപ്പ്. അപ്പോൾ നമ്മളുടെ ഉരുളക്കിഴങ്ങ് ഏതാണ്ട് ഒരു 1/4 ഭാഗമായി കഴിഞ്ഞു. ഇങ്ങനെ വറുത്തെടുക്കാറായി വരികയാണ്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അപ്പൊ ഈ വറുക്കൽ പ്രോസസ്സ് സത്യം പറഞ്ഞാൽ ഇച്ചിരി സമയമെടുക്കും. അതിന് മാത്രമേ ഉള്ളൂ സമയം എടുക്കുന്നത്. ഇനി അടുത്ത കാര്യങ്ങൾക്കൊന്നും സമയമെടുക്കില്ല. ഇനി നമ്മൾ ഇനി ചെയ്യാൻ പോണ കാര്യങ്ങൾക്ക് എണ്ണയിൽ നിന്നും എത്രത്തോളം വേണമെങ്കിലും മൂപ്പിക്കാം. പക്ഷെ ഞാൻ ഈ ഒരു സ്റ്റേജിൽ എണ്ണയിൽ നിന്ന് മാറ്റുക. ഫ്രൈഡ് പൊട്ടറ്റോസ്. ഇനി ഈ ഫ്രൈഡ് പൊട്ടറ്റോസിനെ നമ്മൾ ചില്ലി പൊട്ടറ്റോ ആക്കി മാറ്റാൻ പോവാം. ഇനി മറ്റൊരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കാം. അപ്പോൾ മറ്റൊരു ചൂട് കട്ടിയുള്ള പാത്രം അടുപ്പിലേക്ക് വെക്കുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഇനി ഒരല്പം നെയ്യാണ് ചേർക്കാൻ പോകുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂണോ 1 ടേബിൾ സ്പൂണോ നെയ്യ് നല്ല ചൂടായി കഴിഞ്ഞിട്ട് അതിലേക്ക് ആദ്യം ചേർക്കേണ്ടത് വെളുത്തുള്ളി ചതച്ചത്. അപ്പൊ നമ്മൾ നാടൻ വെളുത്തുള്ളി ആണെങ്കിൽ 1 ഉണ്ട വെളുത്തുള്ളി ചതച്ചെടുക്കുക. അതിന്റെ തോടോടുകൂടി തന്നെ ചതയ്ക്കാം. അതിന്റെ തൊലിയെല്ലാം ഉള്ളത് നല്ലതായിരിക്കും. പിന്നെ ചൈന വെളുത്തുള്ളി ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 5 or 6 അല്ലി, വലിയ അല്ലി വെളുത്തുള്ളി ചതച്ചെടുക്കുക. അതാണ് ആദ്യത്തെ കാര്യം. അപ്പൊ ഇനി ഈ നെയ്യിലിട്ടിട്ട് വെളുത്തുള്ളി ഒന്ന് മൂപ്പിക്കാം. നെയ്യ് ചൂടായി വരുന്നതേ ഉള്ളൂ. ഇനി ഇതിലാണെന്ന് നന്നായിട്ടൊന്ന് നെയ്യ് ചൂടായി തുടങ്ങി. ഇനി നെയ്യിൽ കിടന്ന് വെളുത്തുള്ളി മൂക്കുന്നൊരു മണം, ആഹാ നല്ല മണമാണ്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് നിറം മാറി തുടങ്ങട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സവാള ചെറുതായി അരിഞ്ഞ് വെക്കുക. അതും കൂടി അതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റണം. അപ്പോൾ വെളുത്തുള്ളിയുടെ നിറം മാറാൻ തുടങ്ങട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സവാള ചേർക്കാം. പിന്നെ കറിവേപ്പില പോലെയുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ചേർക്കാം, നിർബന്ധമില്ല. ഇനി എനിക്ക് തോന്നുന്നു നിറം മാറി തുടങ്ങുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് സവാള ചെറുതായി, ഒരു സവാള ഒരുപാട് ചെറുതായിട്ട് അരിയണമെന്നില്ല, ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് മുറിച്ചാലും മതി. ചെറിയ ചെറിയ ചതുര കഷ്ണം. അപ്പോൾ സവാളയുടെ നിറവും ഒക്കെ ഇളം ബ്രൗൺ, ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മളിതിലേക്ക് ചില്ലി ഫ്ലേക്സ്, അതായത് വറ്റൽമുളക് തരിതരിപ്പായി പൊടിച്ചത്, അതൊരു 3 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ. എരിവൊക്കെ നോക്കിയിട്ട് ചേർക്കുക, ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇത് നല്ല സ്പൈസി ആയിരിക്കും. അപ്പോൾ ആ ചില്ലി ഫ്ലേക്സ്, വറ്റൽമുളകിന്റെ എന്താ പറയുക, തരിതരിപ്പായിട്ട് പൊടിച്ചത്. ഈ രീതിയിൽ വാങ്ങാൻ കിട്ടും ചില്ലി ഫ്ലേക്സ് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ മിക്സിയിൽ വറ്റൽമുളകൊന്ന് ഉണക്കിയത് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടൊന്ന് പൊടിച്ചാൽ മതി, തരിതരിപ്പായിട്ട്. അതൊന്ന് മൂക്കണം. അതിനോടൊപ്പം നമ്മൾ കുറച്ച് ഫ്രഷ് മല്ലിയില, അപ്പം മല്ലിയില കുറച്ച് ചേർത്തു. അപ്പം അതും ഒന്ന് വാടട്ടെ. ഇനി അധിക സമയം വെയിറ്റ് ചെയ്യണ്ട, നല്ല ചുമ വരുന്നുണ്ട്. മുളക് മൂക്കുന്ന ആ ഒരു മണം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിന്റെ പീസസ് നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിക്കും. റെഡിയായി കഴിഞ്ഞു. ഇനി വേറൊന്നും ചെയ്യാനില്ല, ഒരു 2 മിനിറ്റ് ഇങ്ങനെ നമ്മൾ വഴറ്റുന്നു. ഇനി ലാസ്റ്റ് തീ ഓഫ് ചെയ്തു. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കും. അപ്പോൾ ഉപ്പ്, എരിവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുക ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. ഞാൻ ഇത്രയും ചേർത്തുന്നേ ഉള്ളൂ, അതനുസരിച്ചിട്ട് ചേർക്കുക, ഇഷ്ടാനുസരണം. വേറൊന്നും ചെയ്യാനില്ല. ഈ ചൂടോടുകൂടി തന്നെ പ്ലേറ്റിലേക്ക് മാറ്റി. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് വളരെ വ്യത്യസ്തമായ എന്നാൽ ഉണ്ടാക്കാൻ എളുപ്പമുള്ളൊരു കാര്യമാണ് ചിക്കൻ വെള്ളക്കുറുമ. പിന്നെ രണ്ടാമത് കാണിച്ചതാണെങ്കിലും സാധാരണയായിട്ടുള്ളൊരു കാര്യമല്ലേ, നമ്മുടെ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു ചെറിയ വിഭവം ചില്ലി പൊട്ടറ്റോസ്. അപ്പോൾ
തീർച്ചയായിട്ടും പരീക്ഷിക്കുക 2 വിഭവം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് ആവുന്നു.